അരിപ്പൊടിയും മുട്ടയും ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ കണ്ട് ഇതുപോലെ അടച്ച് വെച്ച് വേവിക്കുന്ന ഒരു സ്നാക്ക് റെഡിയാക്കിയാലോ? വേഗം വീഡിയോയിലിട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്കതിന് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മുട്ടയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ 2 മുട്ടയായാലും ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ അളവ് ഒന്ന് കുറച്ചാൽ മതി. ഇവിടെ ഇപ്പോൾ ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 മുട്ട ഇതുപോലെ അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ് ഫുള്ള് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്നത് ഒരു 3/4 ഭാഗത്തോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം മുട്ടയും അരിപ്പൊടിയും പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര വേണം, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ്, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ 1 കപ്പ് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പഞ്ചസാര മുട്ടയിൽ അലിഞ്ഞ് ചേരുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ ഇതിനകത്തോട്ട് മിക്സ് ആയിക്കോളും. ആദ്യം കട്ടിയായിട്ടിരിക്കുമെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇട്ട് ഇളക്കാമെങ്കിൽ നല്ലപോലെ അത് മിക്സായി കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ അതിനകത്തോട്ട് 1 പിഞ്ച് ഉപ്പും 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ ഫ്ലേവറിന് വേണ്ടി നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. പക്ഷേ എനിക്ക് ആ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അത് ഇടുന്നില്ല. ഏലക്കപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഏലക്കപ്പൊടി പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നല്ല പോലെ മിക്സ് ചെയ്യും. നമ്മളിപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു കട്ടിക്കിരിക്കും കേട്ടോ. അങ്ങനെയില്ല, അതങ്ങ് അതിൽ തന്നെ അങ്ങ് നല്ല ലൂസായി കിട്ടിക്കോളും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ ഒരപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. സൂപ്പർ സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ മുട്ടയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ നമ്മളിത് ചെയ്യുന്നത് നെയ്ക്കകത്താണ് ചെയ്യുന്നത്. നെയ്യില്ല എന്നുണ്ടെങ്കിൽ നെയ്യാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം നെയ്യായിരിക്കും. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണോ അത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതേണ്ട ഇതുപോലെ ഈ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 പിഞ്ച് ഉപ്പ്, കുറച്ച് സോഡാപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. കാരണം അത് സോഡാപ്പൊടി സ്കിപ്പ് ചെയ്യാം കേട്ടോ, വേണമെന്ന് നിർബന്ധമില്ല. എങ്കിലും ആ ഒരു സോഫ്റ്റായിട്ട് കിട്ടാനും ഒന്ന് പൊങ്ങി കിട്ടാനും നമുക്ക് സോഡാപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒരു പാൻ എടുക്കുക. ഏതായാലും കുഴപ്പമില്ല. ഞാനിവിടെ അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടായതിന് ശേഷം ഈ ഒരു മാവ് കുറച്ച് ഒരു 1/4 ഭാഗത്തോളം മതി. കാരണം ഇതൊന്ന് പൊങ്ങി വരുവേ. 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിച്ച് തിരിച്ചിട്ടെടുക്കാം. പക്ഷേ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തീ ഏറ്റവും കുറവിലിട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം മുട്ട ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഞാനിവിടെ ചെയ്ത ഒരെണ്ണം എനിക്ക് ഫ്ലോപ്പായിപ്പോയി, കരിഞ്ഞു പോയി. പിന്നെ ചെയ്തത് നല്ലോണം കിട്ടി കേട്ടോ. അപ്പം നിങ്ങൾ അത് മാത്രം ശ്രദ്ധിക്കുക. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് വേണം ചെയ്യാനും. ഇപ്പോൾ ഒരെണ്ണം ഞാൻ തിരിച്ചിടുമ്പോൾ നിങ്ങളെ കാണിച്ചുതരാം. നമ്മൾ അത്യാവശ്യം ഇതുപോലെ ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിനകത്തോട്ട് ഒരു 1/4 ഭാഗം മാവാണ് ഒഴിക്കുന്നത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാവേ. അത്രയും മാവ് ഒഴിച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഒഴിച്ചത് ആ ഒരു വീഡിയോയിനകത്ത് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാവേ. നമ്മൾ തിരിച്ചിട്ടപ്പോൾ എനിക്കൊന്ന് ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. ഈ ഒരു കളർ കണ്ടോ, കുറച്ചുകൂടെ നിന്നാൽ ഇത് കരിഞ്ഞു പോകും. ഫസ്റ്റ് എൻ്റെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്ത മാവ് ഒഴിക്കുന്നത് ഞാൻ കാണിച്ചു തരാവേ. ഇത്രയും മാവ് മതി കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് തന്നെ നല്ല പോലെ പൊങ്ങി വരും. അപ്പം നമ്മുടെ ഈസിയും വളരെ ടേസ്റ്റുമായിട്ടുള്ള ഈവനിങ് സ്നാക്ക് നമ്മുടെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം. മുട്ടയും അരിപ്പൊടിയും ഉണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു സ്നാക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്കറിയാൻ പറ്റും. ഇതുപോലുള്ള ചെറിയ കുഞ്ഞു വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.